നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർണാടകയെ ഞെട്ടിച്ച ജ്വല്ലറി കവർച്ചയിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മൈസൂരു ഹൊൻസൂറിലെ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയിൽ തോക്ക് ചൂണ്ടി 10 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തത്. തൃക്കരിപ്പൂർ ഹോട്ടൽ അക്രമം കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അറസ്റ്റിലായ 4 പ്രതികളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി പീഡനം, യുവാവിനെതിരെ കേസ്. ഇടയിലക്കാട് സ്വദേശി ഗോകുലിനെതിരെയാണ് ചന്ദേര പോലീസ് കേസെടുത്തത്. ആത്മഹത്യക്ക് ശ്രമിച്ച യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മഹാകവി എസ് രമേശൻ നായർ സ്മൃതി പുരസ്കാര വിതരണം ജനുവരി 7-ന്. കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. അജാനൂർ തെക്കേപ്പുറം ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സെന്റർ നടപ്പിലാക്കി വരുന്ന കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് പ്രഥമ പ്രസിഡന്റ് AP അബ്ദുള്ള സാഹിബിന്റെ പേരിലുള്ള അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകൻ അബൂബക്കർ കുറ്റിക്കോലിന്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 1957 കാലത്ത് കാസർഗോഡ് ജില്ലയിലെത്തുമ്പോൾ മന്നത്ത് പത്മനാഭൻ താമസിച്ച ബളാംതോട് ബംഗ്ലാവ് പുതുമോടിയിലേക്ക്. കാലപ്പഴക്കം കൊണ്ട് ചിതലരിച്ചു തുടങ്ങിയ ബംഗ്ലാവ് പുതുക്കിപ്പണിയാൻ ഒരുങ്ങി NSS ഭാരവാഹികൾ. ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ തേയുംകെട്ടിന്റെ ലോഗോ ഒരുങ്ങി. ബേക്കൽ ഡിവൈഎസ്പി PV മനോജ് ലോഗോ പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. കർണാടകയിൽ ഞെട്ടിച്ച ജ്വല്ലറി കവർച്ചയിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മൈസൂരു ഹൊൻസൂറിലെ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയിൽ തോക്ക് ചൂണ്ടി 10 കോടി വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തത്. മൈസൂരു ജില്ലയിലെ ഹുൻസൂരിൽ ബൈക്കിലെത്തിയ 5 അംഗ സംഘം തോക്കുചൂണ്ടി സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും ഇതുവരെയായും പ്രതികളെ കണ്ടെത്തുവാനായില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നാടിനെ ഞെട്ടിച്ച കവർച്ച നടന്നത്. 8 മിനിറ്റ് കൊണ്ട് സംഘം 8.5 കിലോ സ്വർണ്ണ വജ്രാഭരണങ്ങളാണ് കവർച്ച ചെയ്തത്. 10 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തുവെന്നാണ് FIR-ൽ പറയുന്നത്. തടയാൻ ശ്രമിച്ച ജീവനക്കാർക്ക് നേരെ സംഘം 2 തവണ വെടിയുതിർത്തു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത്. കവർച്ചാ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൽ 2 പ്രതികളുടെ മുഖം വ്യക്തമാണ്. എന്നാൽ ഇവർ ആരാണെന്നതിൽ പോലീസിന് ഇതുവരെയായും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. 3 ദിവസം മുൻപ് ഹുൻസൂരിലെ ഒരു ലോഡ്ജിൽ തങ്ങിയാണ് സംഘം കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കവർച്ചയ്ക്ക് ശേഷം സംഘം എങ്ങോട്ട് പോയി എന്നതിൽ ഒരു വ്യക്തതയുമില്ല. ഇതിനിടെ ജ്വല്ലറി കവർച്ചാ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന മൈസൂരു SP വിഷ്ണുവർദ്ധനനെ സ്ഥലം മാറ്റിയ നടപടി ദുരൂഹതയ്ക്കിടയാക്കിയിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സ്വന്തം ജില്ലയിൽ പട്ടാപകൽ നടന്ന കോടികളുടെ കവർച്ചയിൽ പോലീസിന് തുമ്പുണ്ടാക്കുവാൻ സാധിക്കാത്തത് ആഭ്യന്തര വകുപ്പിന് നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. തൃക്കരിപ്പൂർ ഹോട്ടൽ അക്രമം കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അറസ്റ്റിലായ 4 പ്രതികളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തൃക്കരിപ്പൂർ ടൗണിലെ പോക്കോ റെസ്റ്റോറന്റിൽ പുതുവത്സരപ്പിറവിക്ക് തൊട്ടു മുൻപ് നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ 4 പ്രതികളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പയ്യന്നൂർ കാര സ്വദേശികളായ അദ്വൈത്, ശ്രീജിത്ത്, ഷാജിത്ത്, നിഖിൽ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. റെസ്റ്റോറന്റിലുണ്ടായ അക്രമ സംഭവത്തിൽ പോലീസ് 19 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. റെസ്റ്റോറന്റിൽ അക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി പീഡനം, യുവാവിനെതിരെ കേസ്. ഇടയിലക്കാട് സ്വദേശി ഗോകുലിനെതിരെയാണ് ചന്ദേര പോലീസ് കേസെടുത്തത്. ആത്മഹത്യക്ക് ശ്രമിച്ച യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച യുവാവിനെതിരെ കേസ്.
യുവാവ് വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയതോടെ അമിതമായ അളവിൽ ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടയിലക്കാട് സ്വദേശി ഗോകുലിനെതിരെയാണ് ചന്ദേര പോലീസ് കേസെടുത്തത്. യുവതിയെ നിരവധി തവണ പീഡിപ്പിച്ച ശേഷം ഇയാൾ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. തുടർന്നാണ് യുവതി ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി യുവതിയുടെ മൊഴിയെടുത്തു. ശേഷം ഗോകുലിനെതിരെ കേസെടുത്തു. യുവതി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഹാകവി എസ് രമേശൻ നായർ സ്മൃതി പുരസ്കാര വിതരണം ജനുവരി 7-ന് കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. മഹാകവി എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റ്, കാഞ്ഞങ്ങാട് മിംടെക് മാരുതി ഇൻസ്റ്റിറ്റ്യൂട്ട് കാഞ്ഞങ്ങാട്ട് സംയുക്തമായി സംഘടിപ്പിക്കുന്ന മഹാകവി എസ് രമേശൻ നായർ സ്മൃതി പുരസ്കാര വിതരണം ജനുവരി 7-ന് ഉച്ചയ്ക്ക് 2:30 കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 7-ാം തീയതി കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 2:30 പരിപാടി ആരംഭിക്കും. പരിപാടിയോടനുബന്ധിച്ചിട്ട് പ്രശസ്ത ഗായകരായിട്ടുള്ള VD സുധാകരനും അതുപോലെ തന്നെ രചിത സുരേഷ്, പിന്നെ മഹേഷ് മന്നാൻ എന്നിവരുടെ രമ്യം 2026 എന്ന രമേശൻ നായർ സാറിന്റെ ഗാനങ്ങൾ കൊടുത്തിട്ടുള്ള ഗാനാമൃത പരിപാടിയും അതോടുകൂടിയാണ് തുടങ്ങുക. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്നത് SP ഷാജിയാണ്, മിംടെക്കിലെ MD-യും അതുപോലെ തന്നെ ഈ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അധ്യക്ഷൻ സുകുമാരൻ വിജയിച്ചു. ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ബഹുമാനപ്പെട്ട രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറാണ്. പുരസ്കാരം കലാരത്ന പുരസ്കാരം എന്ന പേരിൽ 2 പേർക്ക്. അത് സിബി മലയിൽ സാറാണ്. സിബി മലയിൽ സാറിന്റെ സെമിനാറിയുടെ 40-ാം വാർഷികമാണ് അദ്ദേഹത്തിന്റെ. മുത്താരംകുന്ന് PA-യിലൂടെ തുടങ്ങിയിട്ട് മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കിരീടം തുടങ്ങിയ സിനിമകൾ ചെയ്ത സിബി മലയിൽ സാറാണ് പുരസ്കാരം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേർക്കർ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കും. സമഗ്ര സംഭാവന ചലച്ചിത്ര പുരസ്കാരം സിബി മലയിലും, സാഹിത്യ പുരസ്കാരം സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്റർ പത്നി ശോഭന രവീന്ദ്രനും സമ്മാനിക്കും. 25,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശംസാ പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ക്ഷേത്രകർമ്മ പുരസ്കാരം പാലക്കുന്ന് കഴകത്തിലെ കുഞ്ഞിക്കണ്ണൻ ആയത്താർക്കും കരുവള്ളൂർ വല്യച്ഛൻ പ്രമോദ് കോമരത്തിനും, സാംസ്കാരിക പുരസ്കാരം ആർട്ട് ഫോറം കാഞ്ഞങ്ങാടിനും നൽകും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ മണികണ്ഠൻ മേലത്ത്, ഷംസുദ്ദീൻ പാലക്കി, സുകുമാരൻ ആശീർവാദ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. മഹാകവി എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റ് ചെയർമാൻ സുകുമാരൻ പെരിയച്ചൂർ അധ്യക്ഷത വഹിക്കും. KR ദാമോദരൻ ആർക്കിടെക്ട്, പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി SP ഷാജി സ്വാഗതവും EV ജയകൃഷ്ണൻ നന്ദിയും പറയും. പരിപാടിക്ക് മുന്നോടിയായി രമേശൻ നായർ സ്മൃതി ഗാനങ്ങൾ അടങ്ങിയ രമ്യം 2026 VT സുധാകരൻ, മഹേഷ് മുന്നാട്, രജിത സുരേഷ് എന്നിവർ ആലപിക്കും. വാർത്താസമ്മേളനത്തിൽ മഹാകവി എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റ് ചെയർമാൻ സുകുമാരൻ പെരിയച്ചൂർ, ജനറൽ സെക്രട്ടറി SP ഷാജി, കമ്മിറ്റി അംഗം TV അജയ്കുമാർ നെല്ലിക്കാട്ട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ തെക്കേപ്പുറം ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സെന്റർ നടപ്പിലാക്കി വരുന്ന കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് പ്രഥമ പ്രസിഡന്റ് AP അബ്ദുള്ള സാഹിബിന്റെ പേരിലുള്ള അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകൻ അബൂബക്കർ കുറ്റിക്കോലിന്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അജാനൂർ തെക്കേപ്പുറം ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സെന്റർ നടപ്പിലാക്കി വരുന്ന കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് പ്രഥമ പ്രസിഡന്റ് AP അബ്ദുള്ള സാഹിബിന്റെ പേരിലുള്ള അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകരും പ്രമുഖ വ്യവസായിയുമായ അബൂബക്കർ കുറ്റിക്കോലിന്. 25,000 രൂപയും പ്രശംസാ പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ജനുവരി 5-ന് രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് ക്ലാസിക്കോ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ അവാർഡ് സമ്മാനിക്കും. ചാരിറ്റി സെന്റർ രക്ഷാധികാരി പാലക്കി കുഞ്ഞാമത് ഹാജി അധ്യക്ഷത വഹിക്കും. ചെയർമാൻ AP ഉമ്മർ സ്വാഗതം പറയും.
മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും അവാർഡ് ജൂറി അംഗവുമായ ബഷീർ വെള്ളിക്കോത്ത് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തും. പ്രചാരണത്തെക്കപ്പുറം കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വിവിധ സമുദായങ്ങളുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ മതജാതി വിഭാഗങ്ങളുടെയും സാധാരണക്കാർക്ക് കിറ്റ് വിതരണം ചെയ്യുന്നതും അതുപോലെ നിരവധി ചികിത്സാ സഹായങ്ങൾ നൽകിയതുൾപ്പെടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സംഘടന കഴിഞ്ഞ കുറച്ച് വർഷമായി AP അബ്ദുല്ല സാഹിബിന്റെ നാമധേയത്തിൽ എല്ലാ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ സാമൂഹിക സേവന രംഗത്ത് അതുപോലെ ജീവകാരുണ്യ രംഗത്ത് മറ്റ് മേഖലകളിലൊക്കെ ശ്രദ്ധേയമായ സാന്നിധ്യമായിട്ടുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ടാണ് അവാർഡ് നൽകിയിട്ടുള്ളത്. നേരത്തെ ഇവിടെ നൽകപ്പെട്ട അവാർഡുകളുടെ ഉടമകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മുഹമ്മദ് മാഷ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാഞ്ഞങ്ങാടിന്റെ ഒരു പരിച്ഛേദമായിരുന്നു. സായിറാം ഗോപാലകൃഷ്ണ ഭട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ സ്വന്തം നിലയിൽ ഇത്രയേറെ ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്ത ഒരു ചരിത്രം ഒരുപക്ഷെ കേരളത്തിൽ വേറെ ഉണ്ടാവാൻ പോകുന്നില്ല. മുനവർ അലി ശിഹാബ് തങ്ങൾക്കുള്ള കമ്മിറ്റിയുടെ ഉപഹാരം കാഞ്ഞങ്ങാട് CH സെന്റർ UAE ചാപ്റ്റർ ട്രഷറർ ഷംസുദ്ദീൻ കല്ലുരാവി കൈമാറും. വർഷങ്ങളായി ശിഹാബ് തങ്ങൾ ചാരിറ്റി സെന്ററിന് കീഴിൽ നൽകി വരുന്ന അവാർഡ് മുൻകാലങ്ങളിൽ P. മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, റഹ്മാൻ തായലങ്ങാടി, സായിറാം ഗോപാലകൃഷ്ണ ഭട്ട്, MC വടകര, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്നിവർക്കാണ് നൽകിയത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി, ജനറൽ സെക്രട്ടറി A. അബ്ദുൾ റഹ്മാൻ, ട്രഷറർ PM മുനീർ ഹാജി, വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് NA ഖാലിദ്, അബ്ദുൾ റഹ്മാൻ 14, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം MP ജാഫർ, MLA മാരായ NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, E. ചന്ദ്രശേഖരൻ, അവാർഡ് ജൂറി അംഗങ്ങളായ റഹ്മാൻ തായലങ്ങാടി, ജലീൽ രാമന്തളി, യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് TK സുധാകരൻ, അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, V. കമ്മാരൻ, മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ബദ്രുദ്ദീൻ KK, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി, വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷുക്കൂർ പള്ളിക്കാടത്ത്, ട്രഷറർ നവാസ് KH തുടങ്ങിയവർ സംബന്ധിക്കും. കൺവീനർ ഇക്ബാൽ വെള്ളിക്കോത്ത് നന്ദി അർപ്പിച്ച് സംസാരിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ C. കുഞ്ഞാമത് പാലക്കി, ബഷീർ വെള്ളിക്കോത്ത്, AP ഉമ്മർ, ഇക്ബാൽ വെള്ളിക്കോത്ത്, ഷുക്കൂർ പള്ളിക്കാടത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 1957 കാലത്ത് കാസർഗോഡ് ജില്ലയിലെത്തുമ്പോൾ മന്നത്ത് പത്മനാഭൻ താമസിച്ച ബളാംതോട് ബംഗ്ലാവ് പുതുമോടിയിലേക്ക്. കാലപ്പഴക്കം കൊണ്ട് ചിതലരിച്ചു തുടങ്ങിയ ബംഗ്ലാവ് പുതുക്കി പണിയാൻ ഒരുങ്ങി NSS ഭാരവാഹികൾ. 1957 കാലത്ത് കാസർഗോഡ് ജില്ലയിലെത്തുമ്പോൾ മന്നത്ത് പത്മനാഭൻ താമസിച്ച ബളാംതോട് ബംഗ്ലാവ് പുതുമോടിയിലേക്ക്. കാലപ്പഴക്കം കൊണ്ട് ചിതലരിച്ചു തുടങ്ങിയ ബംഗ്ലാവ് പുതുക്കി പണിയാനൊരുങ്ങുകയാണ് NSS ഭാരവാഹികൾ. മന്നത്ത് പത്മനാഭൻ താമസിച്ചിരുന്ന ഈ ബംഗ്ലാവ് അദ്ദേഹത്തിൻ്റെ ഈ സ്മരണയ്ക്കായി എന്നും നിലനിർത്തണമെന്നതാണ് ഇവരുടെ ആഗ്രഹം. അപ്പോൾ അന്ന് അദ്ദേഹം വന്ന് താമസിക്കുകയും ചെയ്ത ബംഗ്ലാവാണത്. പിന്നീട് പിൽക്കാലത്ത് ആ ബംഗ്ലാവിൽ കുറെ കാലപ്പഴക്കം കൊണ്ട് അതിന് ചെതലും മറ്റേതൊക്കെ വന്നു. അതിന് ചുറ്റും പല മരങ്ങളുണ്ടായിരുന്നു. ഈ മരത്തിന്റെ കമ്പൊക്കെ വീണത് ഒടിഞ്ഞു നാശം. അപ്പൊ അത് കഴിഞ്ഞ വർഷം അതിന് നമ്മൾ റിനോവേറ്റ് ചെയ്തു. അതിന്റെ ഈ പഴകിയ മരങ്ങളൊക്കെ മാറ്റി, അതിന്റെ ഓട് എല്ലാം മാറ്റി, അതിന് ഓടൊക്കെ മൂലയൊക്കെ വെച്ച് അതിന്റെ പട്ടികയും കഴുക്കോലൊക്കെ മാറ്റി അത് വൃത്തിയായി ഒന്ന് നന്നാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ അകത്ത് ഒരുപാട് പണികൾ, പൈപ്പ് പണിയുണ്ട്, വയറിംഗ് ഉണ്ട്, തേപ്പ്, സിമെന്റ് തേപ്പൊക്കെ ഇളക്കി മാറ്റി സിമെന്റ് തേപ്പ്, നിലം വൃത്തി ഇതൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണക്ക് അത് നിലനിർത്തണം എന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം ഉപയോഗിച്ച കസേരയും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോ അത് ഒന്നുകൂടി നന്നാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ നടക്കുന്നത്. സാമ്പത്തികമായ ചില ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തൽക്കാലം അവിടെ പണി നിർത്തുകയാണ്. അപ്പോൾ ഒരുപാട് ക്വാർട്ടേഴ്സും ഒക്കെ നന്നാക്കാനുണ്ട്. അപ്പൊ അതിന്റെ പണിയുടെ തുടക്കത്തിലാണ്. അപ്പൊ കഴിഞ്ഞ വർഷം അതിന്റെ ഓടൊക്കെ മാറ്റി വെച്ചു, പട്ടികയൊക്കെ മാറ്റി, കഴുക്കോലൊക്കെ മാറ്റി നന്നാക്കി. ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് അതിന്റെ ബാക്കിയുള്ള അകത്തുള്ള പണികൾ ഒക്കെ ചെയ്യാനുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറുകളടക്കം ഇന്നും ഇതിനകത്തുണ്ട്.
പത്തായപ്പുരയൊക്കെയും കാലപ്പഴക്കം കൊണ്ട് ചിതലരിച്ചു പോയിട്ടുണ്ട്. ഭാവിയിൽ ടൂറിസം മേഖലയിലേക്ക് ബന്ധപ്പെടുത്തി കഴിയുന്നതോടെ കൂടുതൽ ആളുകൾ ബംഗ്ലാവിലേക്ക് എത്തുകയും കൂടുതൽ അറിയപ്പെടുകയും ചെയ്യുമെന്നതാണ് ഭാരവാഹികൾ പറയുന്നത്. രാജേഷ് ഓട്ടമല, ന്യൂസ് ബ്യൂറോ, രാജപുരം. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നടത്തി. MN സ്മാരകത്തിൽ നടന്ന യോഗം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ അംഗങ്ങളെ സംഘടന ആദരിച്ചു. MN സ്മാരക മന്ദിരത്തിൽ നടന്ന യോഗം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രവർത്തന ശൈലി ഉണ്ടാകണമെന്നതാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പെട്ട സീനിയർ സിറ്റിസൺസ് ആയാലും അല്ലാത്തവരായാലും എല്ലാം സീനിയർ സിറ്റിസൺസിനുള്ള ഗുണമുണ്ട്. അവരെ ഇപ്പോഴും ജനം അംഗീകരിക്കുന്നു എന്നല്ലേ ഇതാക്കാം. പുതിയ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ കൂടുതൽ മത്സര രംഗത്തേക്ക് വരികയും തെരഞ്ഞെടുക്കപ്പെടുകയും ഭരണാധികാരത്തിൽ വരികയും ഒക്കെ ചെയ്യുന്ന കാലമാണ്. പക്ഷെ അതിനിടയിൽ നാട്ടിൽ പൊതു സ്വീകാര്യത, പൊതുവിൽ അംഗീകാരം നേടിയെടുക്കാൻ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കഴിയുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ജനങ്ങളുമായുള്ള ബന്ധമാണ് അതിനടിസ്ഥാനത്തിൽ. ടി കൃഷ്ണൻ, എ തമ്പാൻ, VM കുമാരൻ, P ഓമന, P ഗോവിന്ദൻ, 100 വയസ്സ് തികഞ്ഞ കണ്ടംകുട്ടിച്ചാലിലെ K പക്കീരൻ എന്നിവരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ, കാഞ്ഞങ്ങാട് മുൻ നഗരസഭാ കൌൺസിലർ മിനിമോൾ, BP അഗീതായ എന്നിവർ സംസാരിച്ചു. 2026 സംഘടനയുടെ മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ മുതിർന്ന അംഗം K പക്കീറിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. വയോജന പെൻഷൻ 5000 രൂപയാക്കുക, വയോജന വകുപ്പ് രൂപീകരിക്കുക, വയോവന്ദന സൗജന്യ ചികിത്സാ പദ്ധതി ആരംഭിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാലൻ ഓളിയേക്കാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി തമ്പാൻ മേലത്ത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി V സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുതുക്കൈ വില്ലേജ് കമ്മിറ്റി പ്രവർത്തന പരിധിയിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുതുക്കൈ വില്ലേജ് കമ്മിറ്റി പ്രവർത്തന പരിധിയിലെ അംഗങ്ങളായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർമാർക്ക് സ്വീകരണം നൽകി. പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. 20-ാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം K രുക്മിണി, 22-ാം വാർഡ് കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട KM മിനിമോൾ, 24-ാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച അജിത VM, 25-ാം വാർഡ് കൌൺസിലർ KV സജിത എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. പുതുക്കയിൽ നടന്ന ചടങ്ങ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV സുജാത ഉദ്ഘാടനം ചെയ്തു. ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ, അതുപോലെ ഇന്നുള്ള ദുരിതങ്ങളൊക്കെ മാറുമെന്നുള്ള ഇന്നുള്ള നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഇനി വരുന്ന വർഷങ്ങളിൽ പരിഹാരം കാണുമായിരിക്കും എന്നുള്ള നമ്മുടെ പ്രതീക്ഷ അത് 2026 നിറവേറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ 2025-30 വർഷക്കാലത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധികളാണ് ഇവര്. ജനാധിപത്യ മഹിളാ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർവമായിട്ടുള്ള നിമിഷമാണ്. കാരണം പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിക്ക് ഒരുപാട് ജനപ്രതിനിധികൾ, നമ്മുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള രുക്മിണി, അതുപോലെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് അജാനൂരിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സഖാവാണ്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് വളരെ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന പുല്ലൂർ പെരിയ പഞ്ചായത്തിന്റെ സാരഥിയായിട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അവിടുത്തെ ലോക്കൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സബിതയാണ്. വില്ലേജ് പ്രസിഡന്റ് PV ലീല അധ്യക്ഷത വഹിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി PV മോഹനൻ, ബ്രാഞ്ച് സെക്രട്ടറി P വനജാക്ഷി എന്നിവർ സംസാരിച്ചു. വില്ലേജ് സെക്രട്ടറി A സൗമിനി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി TV പ്രേമ നന്ദിയും പറഞ്ഞു. M ശാരദ, K മിനി, PV ഷീജ, SV പ്രീതി, P ചിന്താമണി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. M കുഞ്ഞമ്പുവിന്റെ 3-ാം ചരമവാർഷികവും അനുസ്മരണവും CPIM പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരളത്ത് നടന്നു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനുമായ VV രമേശൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തൊഴിലാളി വർഗ പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച എം കുഞ്ഞമ്പുവിന്റെ 3ാം ചരമവാർഷികവും അനുസ്മരണവും CPIM പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരളത്ത് നടന്നു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനുമായ VV രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാം. കുഞ്ഞുങ്ങളോട് കുറേ കാര്യങ്ങൾ പറയും. വീട് തൊഴിലാളികളെ, അതുപോലെ തന്നെ പ്ലാന്റേഷൻ തോട്ടം തൊഴിലാളികളെ, ഇവിടെ പുല്ലൂരിലെ ഇവിടുത്തെ ഫാം തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇങ്ങനെ തൻ്റെ ഒരു സംഘാടകൻ എന്ന ഒരു കഴിവ് അദ്ദേഹം നന്നായി അദ്ദേഹത്തിൻ്റെ സംഘടനാ ജീവിതത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അകാലത്തിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത്. രോഗം വന്നിട്ടൊന്നും അല്ലെങ്കിൽ വയ്യാതായിട്ടും പോയതല്ല, ഇവിടെ സൂചിപ്പിച്ചു. തൻ്റെ കർമ്മമണ്ഡലത്തിൽ വെച്ച് തന്നെ അദ്ദേഹം അപകടത്തിൽപ്പെട്ടു. അനുസ്മരണ പ്രഭാഷണവും നടത്തി. ലോക്കൽ സെക്രട്ടറി T. ബിന്ദു അധ്യക്ഷത വഹിച്ചു. സുനു ഗംഗാധരൻ, A. കൃഷ്ണൻ, മാടിക്കാൽ നാരായണൻ, MV നാരായണൻ, V. നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. P. കുഞ്ഞിക്കേളു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അമൃത ഭാരതത്തിന് ആദർശ ബാല്യം. സുഹൃത കേരളം ഗോകുല കലായാത്ര ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. കലായാത്രയ്ക്ക് കാഞ്ഞങ്ങാട് ഉജ്ജ്വല സ്വീകരണം നൽകി. ബാലഗോകുലം കാഞ്ഞങ്ങാട് ഗോകുല ജില്ലയിൽ നടന്ന കലായാത്രാ പര്യടനം ജനുവരി 2 രാവിലെ 9 മണിക്ക് നീലേശ്വരം തളി ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ഉദ്ഘാടനം നടന്നു. സാംസ്കാരിക പരിപാടി ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ ബാബു സിയുടെ അധ്യക്ഷതയിൽ പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനും അധ്യാപകനുമായ വത്സൻ പിലിക്കോട് കണ്ണന മാലചാർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ബാലഗോകുലം സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീധരൻ മാസ്റ്റർ PM മുഖ്യപ്രഭാഷണം നടത്തി. വേദിയിൽ ബാലഗോകുലങ്ങളിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തശില്പം ആകർഷണീയമായി. M. ഹരീന്ദ്രൻ നീലേശ്വരം സ്വാഗതവും ജില്ലാ ട്രഷറർ M. ബാബു നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന കലായാത്രാ സംഗമവേദിയിൽ ദുബായ് ബാലഭാരതി ആധ്യാത്മിക സമിതി സത്സംഗ് പ്രമുഖ് V. കുഞ്ഞിക്കണ്ണന്റെ അധ്യക്ഷതയിൽ റിട്ടയർഡ് എയർഫോഴ്സ് ഓഫീസർ HN പ്രഭാകർ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലഗോകുലം രക്ഷാധികാരി KV ഗണേശൻ, ജില്ലാ സെക്രട്ടറി വിദ്യാധരൻ NT, ജോയിന്റ് സെക്രട്ടറി M. ജയരാമൻ, ട്രഷറർ M. രാധാകൃഷ്ണൻ, ഗോകുല ജില്ലാ സെക്രട്ടറി സുരേഷ് P. പടിഞ്ഞാറേക്കര, ജില്ലാ ഭഗിനി പ്രമുഖ അനിത M. എന്നിവർ സംസാരിച്ചു. താലൂക്ക് ഉപാധ്യക്ഷൻ പത്മനാഭൻ പുല്ലൂർ, സുമാരാജൻ, നളിനി തുക്കാറാം, രൂപ സതീഷ്, ശാലിനി പ്രഭാകർ, ഹേമലത, നഗരസഭാ കൌൺസിലർ സുകന്യ എന്നിവർ കാഞ്ഞങ്ങാട് കലായാത്രയ്ക്ക് നേതൃത്വം നൽകി. നൃത്തശില്പം അവതരിപ്പിച്ച കലാകാരന്മാർക്ക് സദ്ഗുരു സ്വാമി നിത്യാനന്ദ ബാലഗോകുലം സ്നേഹോപഹാരം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാണത്തൂർ ഗവൺമെന്റ് വെൽഫെയർ ഹൈസ്കൂളിൽ SPC ക്രിസ്മസ് വെക്കേഷൻ ക്യാമ്പ് ആരംഭിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. പാണത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ക്രിസ്മസ് വെക്കേഷൻ ക്യാമ്പ് സമത ആരംഭിച്ചു. ക്യാമ്പ് പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് P. രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ ട്രെയിനിങ് നടക്കാൻ വേണ്ടി ഇവിടെ പോവുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ വളരെ നല്ല രീതിയിലുള്ള ക്ലാസ് നിങ്ങൾക്ക് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. SPC കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത അനുഭവങ്ങൾ കുറേ കൂടി മനസ്സിലാക്കാനും അതുപോലെ തന്നെ ജീവിതത്തിന് എങ്ങനെ വരും കാലങ്ങളിൽ അവർ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാനും അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകളാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. PTA പ്രസിഡന്റ് വിനോദ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക അംബിക, വാർഡ് മെമ്പർ റീന തോമസ്, രാജപുരം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ അസീസ് NP, മോൻസി P. വർഗീസ്, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ബിന്ദു P, രമേശ് N, SMC ചെയർമാൻ MK സുരേഷ്, PTA വൈസ് പ്രസിഡന്റ് നാഗേഷ് PV, സ്റ്റാഫ് സെക്രട്ടറി സുമതി PK, MPTA പ്രസിഡന്റ് പുഷ്പ ഗണേശൻ, SPCPO പത്മപ്രിയ ജോസ് എന്നിവർ സംസാരിച്ചു.
3 ദിവസമായി നടക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് രാജേശ്വരി മഠത്തിൽ ക്ഷേത്ര ഉത്ഭവരേഖ ചിത്ര സമർപ്പണ ചടങ്ങ് നടന്നു. തുളസിത്തറ സമർപ്പണവും നടന്നു. കൊല്ലൂർ മൂകാംബിക ദേവി സങ്കല്പമുള്ള ഹോസ്ദുർഗ് രാജേശ്വരി മഠത്തിൽ ക്ഷേത്ര ആവിർഭാവത്തിന്റെ കഥാരൂപ രേഖാചിത്ര സമർപ്പണ ചടങ്ങും തുളസിത്തറ സമർപ്പണവും നടന്നു. 1968 കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിൽ നിന്നുമാണ് ക്ഷേത്ര ആവിർഭാവത്തിനുള്ള സന്ദർഭം ഉരുത്തിരിയുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് കുടുംബം പുറപ്പെടുന്നതു മുതൽ ഗംഗോളി പുഴയിലെ തോണിയാത്രയും തേജോമയിയായ അമ്മയുടെ രൂപസാന്നിധ്യവും ക്ഷേത്ര ദർശനവും തുടർന്ന് ക്ഷേത്ര ഉൽപ്പത്തിക്ക് നിദാനമായ കഥയുമാണ് ഈ രേഖാചിത്രത്തിൽ വരച്ചുകാട്ടുന്നത്. കെ കൃഷ്ണനിൽ നിന്നും ക്ഷേത്ര സർവാധികാരി കെ കുഞ്ഞിരാമൻ ഭദ്രദീപം സ്വീകരിച്ചുകൊണ്ട് സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച നടക്കുന്ന പൂജയുടെ ഭാഗമായി മഹാപൂജ, ദീപസമർപ്പണം, തുലാഭാരം എന്നിവയും നടന്നു. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നപ്രസാദ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടകയെ ഞെട്ടിച്ച ജ്വല്ലറി കവർച്ചയിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മൈസൂരു ഹൊൻസൂരിലെ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയിൽ തോക്ക് ചൂണ്ടി 10 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തത്. തൃക്കരിപ്പൂർ ഹോട്ടൽ അക്രമം കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അറസ്റ്റിലായ 4 പ്രതികളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി പീഡനം, യുവാവിനെതിരെ കേസ്. ഇടയിലക്കാട് സ്വദേശി ഗോകുലിനെതിരെയാണ് ചന്ദേര പോലീസ് കേസെടുത്തത്. ആത്മഹത്യക്ക് ശ്രമിച്ച യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മഹാകവി എസ് രമേശൻ നായർ സ്മൃതി പുരസ്കാര വിതരണം ജനുവരി 7-ന്. കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. അജാനൂർ തെക്കേപ്പുറം ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സെന്റർ നടപ്പിലാക്കി വരുന്ന കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് പ്രഥമ പ്രസിഡന്റ് AP അബ്ദുള്ള സാഹിബിന്റെ പേരിലുള്ള അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകൻ അബൂബക്കർ കുറ്റിക്കോലിന്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 1957 കാലത്ത് കാസർഗോഡ് ജില്ലയിലെത്തുമ്പോൾ മന്നത്ത് പത്മനാഭൻ താമസിച്ച ബളാംതോട് ബംഗ്ലാവ് പുതുമോടിയിലേക്ക്. കാലപ്പഴക്കം കൊണ്ട് ചിതലരിച്ചു തുടങ്ങിയ ബംഗ്ലാവ് പുതുക്കിപ്പണിയാൻ ഒരുങ്ങി NSS ഭാരവാഹികൾ. ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ടിന്റെ ലോഗോ ഒരുങ്ങി. ബേക്കൽ ഡിവൈഎസ്പി PV മനോജ് ലോഗോ പ്രകാശനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.